സ്പോട്ട് ലൈവ് തുടരുന്നു. പാലത്തായി പീഡനക്കേസിൽ കോടതി ശിക്ഷിച്ച പത്മരാജനെ ന്യായീകരിച്ച് മുൻ ഡിവൈഎസ്പി റഹീം വീണ്ടും രംഗത്ത്. അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടി പീഡനത്തിനിരയായ ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. ഇരയുടെ മൊഴികൾ പലതും ഭാവനയോടെയെന്നും റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രത്നകുമാറിനെതിരെ വിമർശനങ്ങളും FB പോസ്റ്റിലുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഈ അടുത്ത കാലത്തേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. പ്രത്യേകിച്ചും പാലത്തായി പീഡന കേസിൽ അധ്യാപകന്, BJP നേതാവ് കൂടിയായ അധ്യാപകനെതിരെ കോടതി ശിക്ഷ വിധിക്കുന്നു. അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വശത്ത്, പക്ഷേ ഈ മുൻ DYSP ആയിട്ടുള്ള റഹീമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടർച്ചയായി അദ്ദേഹം ഈ രീതിയിൽ ഈ കേസിൽ ഈ പത്മരാജനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ മുൻ DYSP റഹീമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ടോമെ, പാലത്തായി പീഡന കേസിൽ നമുക്കറിയാം, ഒരു 10 വയസ്സുകാരിയെ ഇത്തരത്തിൽ ഒരു പീഡിപ്പിച്ചു എന്ന് പറയുകയും ആരോപണം ഉന്നയിക്കുകയും പിന്നീട് ആ കേസിൽ ഒരു ശിക്ഷ വരുന്നു. അതായത് പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം തടവ് എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ശിക്ഷ തലശ്ശേരി കോടതി കഴിഞ്ഞ ദിവസം കൊടുത്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നത്. ഇയാളെ പിന്തുണച്ച് വരുന്നതെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. കാരണം ഇതിൽ അപ്പീൽ പോകാം, ഇതിൽ നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാം, അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഈ പ്രതിയെ ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട്, ശിക്ഷിക്കപ്പെട്ട ആളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടത്. ഒരു പക്ഷേ BJP നേതൃത്വമൊക്കെ ഇയാളെ പിന്തുണച്ചും ഒക്കെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. വളരെ പ്രധാനപ്പെട്ട ഇതിൽ 3 അന്വേഷണ സംഘങ്ങൾ അന്വേഷിച്ചിട്ടും ഇതിൽ പീഡനം നടന്നിട്ടില്ല എന്ന രീതിയിൽ ഇത്തരത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായ ഒരു കേസാണ്. രത്നകുമാർ നടന്നിട്ടുണ്ടെന്ന ശാസ്ത്രീയമായ തെളിവുകൾ നൽകുന്നത്. അതിനാണിപ്പോൾ ഈ റഹീം DYSP ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ചെരുപ്പിനനുസരിച്ച് ബൈജു, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഈ പോക്സോ വകുപ്പ് ഈ കേസിൽ, ഈ പാലത്തായി പീഡന കേസിൽ ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന, കുറ്റപത്രം സമർപ്പിച്ച രത്നകുമാറിനെതിരെയും വിമർശനമുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് ക്രൈംബ്രാഞ്ച്, പോലീസ്, പിന്നീട് പ്രത്യേക അന്വേഷണ സംഘമൊക്കെ എത്തി ഈ രീതിയിൽ പോക്സോ വകുപ്പുകൾ ദുരുപയോഗം ചെയ്തു, പത്മരാജനെ ഈ കേസിൽ കുടുക്കി. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു റഹീം ഉന്നയിച്ചത്. ഈ മുൻ ഉദ്യോഗസ്ഥൻ്റെ, മുൻ DYSP ഇങ്ങനെ ഒരു വിശദീകരണവുമായി, ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിന് പിന്നിൽ എന്തായിരിക്കും? ടോമെ, ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള വിവാദമുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. DIG തലത്തിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായ വലിയ വിവാദമായ കേസാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ കോടതി വിധിക്ക് മുൻപ് ഒരുപാട് ഇത്തരത്തിൽ ഉയർന്നു വന്ന ഒരു കേസ് കൂടിയാണ്. അതിലാണിപ്പോൾ ഈ ഒരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കോടതിയിൽ കുറ്റം കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ട ആ ഒരു കേസിലെ ഒരു മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന രത്നകുമാറിനെതിരെ ഇതിൽ വലിയ തോതിലുള്ള ഒരു പരിഹാസം കലർന്ന രീതിയിലാണ് ഈ കുറിപ്പ്. അതായത് ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന ലാഘവത്തോടെ സംഭവ സ്ഥലം തന്നെ മാറ്റാൻ താങ്കൾ കാണിച്ച മഹാമനസ്കതയ്ക്ക് ഇരിക്കട്ടെ, ബിഗ് സല്യൂട്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ TK രത്നകുമാറോട് ഇദ്ദേഹം റഹീം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ആ സംഭവ സ്ഥലത്ത് നിന്നും മനുഷ്യരക്തം കണ്ടെത്താൻ താങ്കൾ കാണിച്ച ശുഷ്കാന്തിയോകട്ടെ, അതിലും അപാരമെന്ന് പരിഹസിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആ ശുചിമുറിയിൽ 3 തവണ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുകയും അതിന്റെ രക്തക്കറ അത് കോടതിയിൽ ഹാജരാക്കിയതോടുകൂടിയാണ് ഇതിന് വലിയ നിർണായക തെളിവായി മാറുകയും മരണം വരെ തടവ് ശിക്ഷ വിധിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ കാര്യത്തിലാണ് കോടതിയെ ഉൾപ്പെടെ പരിഹസിച്ചുകൊണ്ടുള്ള ഈ ഒരു കുറിപ്പ്. കോടതിയെ അപകീർത്തിപ്പെടുത്താനോ അവഹേളിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. എന്നാൽ കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ
ഏതൊരു പൗരനും അവകാശമുണ്ടല്ലോ എന്നും ഈ റിട്ടയർഡ് ഡിവൈഎസ്പി ഈ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ രത്നകുമാർ എന്ന് പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ കേസിൽ ഇയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ LDFന്റെ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം മണ്ഡലം സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയും വലിയ വിവാദം ഒരു ഭാഗത്തു നിന്നും ഇത് LDFന് വേണ്ടി ഇത്തരത്തിലൊരു വിധി ഉണ്ടാക്കിയെന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. PP ദിവ്യ മറ്റു കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു രത്നകുമാറിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപം അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സേനയിലുണ്ടായ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടതാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. പറഞ്ഞ വസ്തുതകളിൽ എന്തെങ്കിലും പാളിച്ചകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അവ വസ്തുനിഷ്ഠമായി ബോധിപ്പിച്ചാൽ തെറ്റേറ്റു പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ ഇതിൽ കൃത്യമായി പറയുന്നത്. അതായത് ഈ കാര്യത്തിൽ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് താൻ ഈ ഫേസ്ബുക്ക് കുറിപ്പിടുന്നതെന്നാണ് ഈ DYSP വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പാലത്തായി കേസിൽ പത്മകുമാറിനെ ഇത്തരത്തിൽ 20 വർഷം കഠിന തടവും അതിനുശേഷം ജീവപര്യന്തം മരണം വരെ തടവ് എന്ന വലിയ അപൂർവമായ ഒരു കേസായി വിധി പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ കേസിൽ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കോടതിയും ഈ കാര്യത്തിൽ വലിയ പരാമർശം നടത്തിയിരുന്നു. ഈ കേസിൽ കുട്ടികൾക്കെതിരെ, ഈ സ്കൂളുകളിൽ ഈ കുട്ടികൾക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെ നടക്കുന്ന സംഭവം അതിന് കോടതി കൃത്യമായ ഒരു സന്ദേശം എന്ന നിലയിലാണ് വിധി എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിലാണ്, അത്ര പ്രമാദമായ ഒരു കേസിലാണ്, വലിയ ചർച്ച ചെയ്യപ്പെട്ട, കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇയാൾ ഈ കുറ്റമേ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി വന്നത്. ഏതായാലും ഇത് ഇനി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിധി വാങ്ങിക്കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന് കൃത്യമായി ഇത് കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലയിൽ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇടുന്ന ഒരു കുറിപ്പാണ്, വളരെ ഔദ്യോഗികമായ ഒരു കുറിപ്പാണ്. അതിൽ പരിഹാസമുണ്ട്. ഒരു പക്ഷേ കോടതിയെ ലക്ഷ്യം വരെ ആകുമെന്നറിയില്ല. അത് നേരിടാൻ താൻ തയ്യാറാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ കുറ്റപത്രം സമർപ്പിച്ച മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രത്നകുമാർ ഈ വിഷയത്തിൽ എന്ത് മറുപടി നൽകും? കാരണം ഈ പോലീസിനെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്നൊരു ആരോപണം കൂടിയാണിത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, മുൻ DYSP റഹീമിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ.